വോട്ടുകളുടെ ആരോപണങ്ങൾക്ക് പിന്നിൽ വാനരന്മാരാണെന്ന അധിക്ഷേപ പരാമർശവുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിലെ വോട്ടുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് കേന്ദ്ര സഹമന്ത്രി ഒഴിഞ്ഞുമാറി. സുരേഷ് ഗോപിയുടേത് തരം താഴ്ന്ന പ്രയോഗമാണെന്ന് CPI നേതാവ് VS സുനിൽകുമാർ പറഞ്ഞു. വ്യാജ വോട്ട് ചേർത്തു എന്ന TN പ്രതാപന്റെ പരാതി, സഹോദരൻ സുഭാഷ് ഗോപിക്കും കുടുംബത്തിനുമുള്ള ഇരട്ട വോട്ട്, തൃശൂരിൽ വ്യാപകമായി വ്യാജ വോട്ട് ചേർത്തു എന്നതിന് മീഡിയ വൺ പുറത്തുവിട്ട തെളിവുകൾ, ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടും കേന്ദ്രമന്ത്രിക്ക് മറുപടിയില്ല. പകരം പരാതിക്കാരെ അധിക്ഷേപിച്ച് സുരേഷ് ഗോപി. ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ, ഒരു ഉന്നയിക്കലുമായിട്ട്. അവരൊക്കെ അങ്ങോട്ട് പോകാൻ പറ അല്ലേ, ഇക്കരയായാലും ഇക്കരയായാലും അവിടെ പോയി ചോദിക്കാൻ. മാധ്യമങ്ങൾക്കോ പരാതിക്കാർക്കോ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ സുപ്രീം കോടതിയോ സമീപിക്കാം എന്നാണ് സുരേഷ് ഗോപിയുടെ മറുപടി. സുരേഷ് ഗോപിയുടെ വാനര പരാമർശത്തിനെതിരെ CPI നേതാവും തൃശൂരിലെ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന VS സുനിൽകുമാർ രംഗത്തെത്തി. വാനരന്മാർ എന്ന വാക്കൊക്കെ ഒരു കേന്ദ്രമന്ത്രിയെ പോലെയുള്ള, ഞാൻ കേന്ദ്രമന്ത്രിയാണെന്ന് അഭിമാനിക്കുകയും കേന്ദ്രമന്ത്രിക്ക് ഒട്ടും യോജിക്കാത്ത തരം താഴ്ന്ന വാക്കുകൾ പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തെ പറ്റി നന്നായി ചിന്തിക്കുന്നത് നന്നായിരിക്കുന്നതാണ് നമുക്ക് പറയുന്നത്. ഇതൊക്കെ തൃശ്ശൂർക്കാർക്ക് അപമാനമാണ്. സുരേഷ് ഗോപി കണ്ണാട് നോക്കിയാണ് പ്രതികരിച്ചത് എന്നാണ് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റിന്റെ പ്രതികരണം. അദ്ദേഹം മറുപടി പറഞ്ഞത് കണ്ണാടിയിൽ നോക്കിക്കൊണ്ടാണെന്നാണ് ഞങ്ങൾക്ക് പറയാൻ. അദ്ദേഹം ഇതൊക്കെ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ സംസ്കാരമാണ്. ഇത്തരത്തിൽ തൃശ്ശൂരിലെ ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലായത് വളരെ ഖേദകരമാണ്. സുരേഷ് ഗോപിക്കെതിരായ TN പ്രതാപന്റെ പരാതിയിൽ നാളെ പ്രതാപന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. മീഡിയ വൺ